ഭാര്യ ദീർഘകാലം മാറി താമസിക്കുന്നതും അനാവശ്യമായി ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നതും ക്രൂരതയാണെന്ന് ഹൈക്കോടതി. ഇത്തരം പ്രവൃത്തികൾ വിവാഹമോചനത്തിനുള്ള ഗ്രൗണ്ടാണ്. ദീർഘകാലം ഭർത്താവിൽ നിന്ന് മാറി താമസിക്കുകയും വേർപിരിഞ്ഞതിന് വ്യക്തമായ കാരണമില്ലാതിരിക്കുകയും ഗൗരവമുള്ളതും എന്നാൽ തെളിവില്ലാത്തതുമായ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്യുന്നത് ക്രൂരതയാണെന്ന് കോടതി. ഇത്തരം പ്രവൃത്തികൾ പങ്കാളിക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും എതിരെയുള്ള മാനസിക പീഡനമാണ്. കടുത്ത മാനസിക വേദന നൽകുകയും വിവാഹജീവിതം തുടരുന്നതിന് പ്രയാസകരമായിരിക്കുകയും ചെയ്യും. ഈ കേസിലെ കക്ഷികൾ ഹിന്ദു മതാചാരപ്രകാരം വിവാഹിതരായവരാണ്. അവർക്ക് 2 പെൺമക്കൾ ജനിച്ചിരുന്നു. ഭർത്താവ് എഞ്ചിനീയറും പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയുമാണ്. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ സന്തോഷകരമായിരുന്നു. അധികനാൾ കഴിയുന്നതിന് മുമ്പ് ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിനോട് ഓരോരോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് വഴക്കിടാൻ തുടങ്ങി. വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും അഗ്രസീവും അബ്നോർമലുമായി പെരുമാറാനും തുടങ്ങി. സ്വഭാവത്തെ സംശയിക്കുകയും കൂടി പതിവായപ്പോൾ ഭർത്താവ് മാനസികമായി തകർന്നുപോയി. തുടർന്ന് വിവാഹമോചനത്തിന് ഭാര്യയ്ക്ക് ലീഗൽ നോട്ടീസ് അയക്കുകയും കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ തെറ്റായ വിവരങ്ങൾ കാണിച്ച് ഭാര്യ മറുപടി നോട്ടീസ് അയച്ചു. തുടർന്ന് ഭർത്താവ് ഫാമിലി കോടതിയിൽ ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. തന്നെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് ദീർഘനാളായി ഭാര്യ മാറി താമസിക്കുകയാണെന്നും കൂടാതെ തനിക്കും കുടുംബത്തിനുമെതിരെ അനാവശ്യമായി ക്രിമിനൽ കേസുകൾ കൊടുക്കുകയാണെന്നും കാണിച്ചാണ് ഭർത്താവ് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഭാര്യ ഇതിനെ എതിർത്തു. ഭർത്താവിന് സ്വഭാവദൂഷ്യമുണ്ടെന്നും മദ്യപാനിയാണെന്നും തന്നെ ഉപേക്ഷിച്ചതാണെന്നും ഭാര്യ. അതിനാലാണ് DV കേസ് ഫയൽ ചെയ്തതെന്നും ബോധിപ്പിച്ചു. എന്നാൽ ഭാര്യ സമർപ്പിച്ച DV കേസ് പിന്നീട് കോടതി ഡിസ്മിസ് ചെയ്തിരുന്നു. എന്നാൽ ഈ കേസിൽ ഫാമിലി കോടതി വിവാഹമോചന ഹർജി തള്ളുകയാണുണ്ടായത്. ഭാര്യയുടെ ക്രൂവൽറ്റി തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഭർത്താവ് എല്ലാ വിഷയങ്ങളും വിട്ടുവീഴ്ച ചെയ്ത് ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു എന്നും കോടതി വ്യക്തമാക്കി. വിധിയിൽ തൃപ്തനാകാതെ ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോട്ട് ചെയ്തത് ഭാര്യയ്ക്കെതിരെ ഭർത്താവ് വിവാഹമോചനം ആവശ്യപ്പെട്ടത് ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിലാണ്. ഫാമിലി കോടതി വിവാഹമോചനം അനുവദിക്കാതിരുന്നത് പ്രധാനമായും ഭാര്യയിൽ നിന്നുള്ള ക്രൂവൽറ്റിയെ അഡ്ജസ്റ്റ് ചെയ്ത് വിവാഹജീവിതം തുടരാൻ ഭർത്താവ് തയ്യാറായതിനാലാണ്. എന്നാൽ തുടർന്നുള്ള ഭാര്യയുടെ സ്വഭാവം കുടുംബക്കോടതി പരിഗണിച്ചില്ല. വിട്ടുവീഴ്ച ചെയ്ത് ഭർത്താവ് ജീവിക്കാൻ ആരംഭിച്ചപ്പോഴും ഭാര്യ ഗൗരവകരമായ കുറ്റങ്ങൾ ആരോപിച്ച് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ DV കേസ് ഫയൽ ചെയ്യുകയാണുണ്ടായത്. ഈ കേസിൽ കോടതി വ്യക്തമാക്കിയത് തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും ശ്രദ്ധിക്കാതെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുകയായിരുന്നു. ഇത്തരം പ്രവൃത്തികൾ ഭാര്യയുടെ ക്രൂരതയാണ് വ്യക്തമാക്കുന്നത്. കടുത്ത മാനസിക പ്രയാസത്തെ തുടർന്ന് ഭർത്താവിന് ഹൃദയസംബന്ധമായ പ്രയാസമുണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഭാര്യ ബോധിപ്പിച്ചത് ഭർത്താവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് മദ്യത്തിൻ്റെ അമിതമായ ഉപയോഗം കാരണമാണെന്നാണ്. എന്നാൽ അത് സംബന്ധമായി യാതൊരു തെളിവും ഹാജരാക്കാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞതുമില്ല. ഭാര്യയുടെ നീണ്ടകാലത്തെ സെപ്പറേഷനും സീരിയസ് അലിഗേഷൻ കാണിച്ചുള്ള ക്രിമിനൽ നടപടികളും ഒരു വിവാഹ ജീവിതത്തിലെ സാധാരണ നടപടികളല്ല. ആദ്യം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, പിന്നീട് ഒരുമിച്ച് താമസിക്കാൻ താൽപ്പര്യം കാണിക്കുക. ഭാര്യയുടെ പ്രവൃത്തിയിൽ അവ്യക്തതയുണ്ട്. ഭർത്താവിനെതിരെ അഡൾട്ടറി ആരോപിക്കുന്നു, എന്നാൽ അത് തെളിയിക്കാൻ കഴിയാതെ വരുന്നു. വൈവാഹിക ക്രൂരത ഫിസിക്കൽ ക്രൂവൽറ്റി മാത്രമല്ല, ഇമോഷണലും ഫിസിക്കലുമായ പ്രയാസപ്പെടുത്തലും ക്രൂരതയാണ്. ഒരു വിവാഹ ജീവിതത്തിലെ തുടർച്ചയായ ഇത്തരം അവസ്ഥകൾ അനീതിയാണ്, അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഹൈക്കോടതി ഫാമിലി കോടതി ഉത്തരവ് സെറ്റസൈഡ് ചെയ്യുകയും ഭർത്താവിന് ഡിവോഴ്സ് അനുവദിക്കുകയും ചെയ്തു. മദ്രാസ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് GK ഇളന്തിരിയനും ജസ്റ്റിസ് R പൂർണിമയും അടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.